ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുമല്ലോ നമ്മൾ പേടിക്കണം. പക്ഷെ പുള്ളി ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരാളെ വലിച്ചെറിയും, അവർ തന്നെ വീണ്ടും കൊണ്ടുവരും, വീണ്ടും ചീത്ത പറയും, അവർക്ക് എന്തും ആവാം. എല്ലാം അനുഭവിച്ചു. അതായത് ചൂട്, തണുപ്പ്, പൊടിക്കാറ്റ്, അങ്ങനെ അവർ ഹോൾ ക്രൂ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല അവിടെ. സുചിത്ര അതങ്ങനെയല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ് തുടങ്ങിയ ആള് സുചിത്ര അതങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തീർന്നു കേട്ടോ. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അത് ഡൈജസ്റ്റബിൾ അല്ല. സീരിയലിൽ നിന്ന് എടുത്തോ എന്നുള്ളൊരു എൻ്റെ ഒരു ബ്രേക്കപ്പിന് ശേഷം ലൈഫിലൊരു ബ്രേക്കപ്പിന് ശേഷം ഉള്ളൊരു മൂവിങ്ങിലേക്കാണ് ഞാൻ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട കൗമുദി ചാനൽ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരമാണ്. നർത്തകിയാണ്, അഭിനേത്രിയാണ്, അവതാരകയായിട്ട് ഈ ഒരു രീതിയിലൊക്കെ നമുക്കറിയാം. പക്ഷെ മിനി സ്ക്രീനിലൂടെയായിരുന്നു. ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ നമ്മൾ ആദ്യമായി കാണാൻ പോവാണ്. സോ വെൽക്കം ചെയ്യാം സുചിത്ര നായർ. നമസ്കാരം. അപ്പൊ നമ്മുടെ കേരളക്കാരെ ഒട്ടാകെ കാത്തിരിക്കുകയാണ് മലൈക്കോട്ട വാലിബന്റെ വിശേഷത്തിനായി. അതിനാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ പറയൂ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഫുൾ മലൈക്കോട്ടെ വാലിബന്റെ വിശേഷങ്ങളും സോങ്സും ട്രെയിലറും എല്ലാമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്ക് പെർമിഷൻ ഇല്ല. ആക്ച്വലി ഇനി കുറച്ച് ദിവസം ഇവിടെ അല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ ഒരു കൈ വിരലുണ്ടാവുന്ന ദിവസമേ ഉള്ളൂ ഇനി 25th. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഒരു വർഷത്തെ ഒരുപാട് പേരുടെ പ്രയത്നമാണ് നിങ്ങളിപ്പോൾ 25-ാം തീയതി കാണാൻ പോകുന്നത്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ ഏറ്റവും സുഖിച്ചു എന്ന് പറയുന്നത് ഏറ്റവും സുഖകരമായ ഒരു സിറ്റുവേഷനിൽ വളരെ ബുദ്ധിമുട്ടിയോ എന്ന് വെച്ചാൽ ഉണ്ട്, ക്ലൈമറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തിട്ട് വന്ന ഒരാൾ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും കേട്ടോ. അവർ എല്ലാം അനുഭവിച്ചു. അതായത് ചൂട്, തണുപ്പ്, പൊടിക്കാറ്റ്, അങ്ങനെ അവർ ഹോൾ ക്രൂ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല അവിടെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ തണുപ്പ് മാത്രമേ ഫേസ് ചെയ്തുള്ളൂ. നമ്മൾ ആക്ച്വലി ഈ കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല, പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മിനി സ്ക്രീനിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം സുചിത്ര എന്ന് പറയുന്ന വ്യക്തിനെ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും നമ്മള് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു മൂവി ചെയ്യാണ്. അതിന് ഫസ്റ്റ് ഞാൻ എൻ്റെ ഭഗവാനോടും മഹാദേവരോടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് നന്ദി പറയാണ്. എൻ്റെ ഗ്രാഫ് ഇപ്പൊ തന്നെ ഇടയ്ക്ക് ഞാൻ എവിടെയോ കണ്ടു, സത്യമാണ് കേട്ടോ. ആ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ വാനമ്പാടിയിലെത്തി, ഏഷ്യാനെറ്റിൽ തന്നെയാണ്, വാനമ്പാടിയിലെത്തി. ഏഷ്യാനെറ്റിനോടും വാനമ്പാടി ടീമിനോടും നന്ദി പറയാണ്. വാനമ്പാടിയിൽ വന്നതുകൊണ്ട് സ്റ്റാർട്ട് മ്യൂസിക്കിൽ വന്നു ആ 2 മേഖലയിൽ നിന്നതുകൊണ്ട് ബിഗ് ബോസിൽ പോകാൻ പറ്റി. അതും ഏഷ്യാനെറ്റിൻ്റെ ഇതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോയത് കൊണ്ട് എനിക്ക് ഈ മൂവി ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഭഗവാൻ കൂടെ ഉണ്ട്. ബിഗ് ബോസിലൂടെ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് നിങ്ങൾ കണ്ടല്ലേ, ഞാൻ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. ബേസിക്കലി ഞാൻ എൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും തന്നെ ഇടപെടുന്ന, അല്ലെങ്കിൽ ചുമ്മാതെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അപ്പം ഞാൻ ഒതുങ്ങി നിന്ന ഒരാളാണ്. പക്ഷെ എങ്ങനെയോ ലിജോ സാറിൻ്റെ കണ്ണിൽ പെട്ടു, എങ്ങനെ വേണമെങ്കിൽ പറയാം. ലിജോ സാറ് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് സ്ഥിരം. എനിക്ക് തോന്നുന്നു വേറെ അതിലാരെയോ നമ്മുടെ ടിനു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ സീസൺ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ആരോണ്ടോ ഒരാളെയും കൂടെ സാർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെക്സ്റ്റ് മൂവിയിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ലിജോ സാർ എല്ലാ സീസണും ത്രൂ ഔട്ട് കാണുന്ന, എന്ന് വെച്ചാൽ എപ്പിസോഡ് വൈസ് അല്ലെങ്കിൽ പോലും കാണുന്ന ഒരാളാണ്. ബിഗ് ബോസ് ആയിരുന്നല്ലേ വലിയൊരു ഈ ഒരു മൂവിയിലേക്ക് എത്താനുള്ളൊരു? അതെ, ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് വിഷമവും കുറച്ച് സന്തോഷവും എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു ഭയങ്കര ദൈവാനുഗ്രഹം. അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അറ്റാക്ക് നേരിട്ട ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്കറിയാലോ, സോഷ്യൽ മീഡിയ തന്നെ ഒരാളെ വളർത്തും, സോഷ്യൽ മീഡിയ തന്നെ ഒരാളെ വലിച്ചെറിയും, അവർ തന്നെ വീണ്ടും കൊണ്ടുവരും, വീണ്ടും ചീത്ത പറയും, അവർക്ക് എന്തും ആവാം. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആയിട്ട് കാര്യമില്ല. അവർ തന്നെ നല്ലത് പറയും, അവർ തന്നെ ചീത്ത പറയും, അവർ തന്നെ എടുത്ത് പൊക്കി വെക്കും, അവർ തന്നെ തോന്നുന്ന അറിയിലിടും. സോ അതുകൊണ്ട് അതിലൊന്നും
പ്രത്യേകിച്ച് ഒരാളും, ഞാൻ പറയുന്നത് ഒരു ആക്ട്രസ് ആയാലും ആക്ടർ ആയാലും കലാകാരും സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുമ്പോൾ വിഷമിക്കരുത്. കാര്യം അവർ കുറെ കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അവർ തന്നെ മാറ്റി പറഞ്ഞോളും. സോ അതിന് വെയിറ്റ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അല്ല, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. അത് ആ സമയങ്ങളിൽ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇഫ് ഇൻ കേസ് ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വീണ് അത് വെച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ്ലി ഞാൻ ഒരു മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇറങ്ങി കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൂവിയിലേക്കുള്ള അധികം ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂവി അല്ല, അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അതിൽ ഞാൻ പറഞ്ഞു, അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, ഞാനിങ്ങനെ പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ മൂവിയിലുണ്ട് എന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞോ, വേറൊന്നും പറയരുത് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പൊ കുറച്ച് പേര് അറിഞ്ഞു. അപ്പോഴും പക്ഷെ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇല്ല. അപ്പൊ എന്താണ് ഒരു എക്സ്പെക്ടേഷൻ മൂവിയെ കുറിച്ച് പറയാൻ? എല്ലാവരും പോലെ തന്നെ വളരെ ക്യൂറിയസ് ആയിട്ടും ഭയങ്കര സന്തോഷമായിട്ടും കാത്തിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയാ, എന്താണ് ഇനി മൂവി 25th പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. ഒബ്വിയസ്ലി അറിയാം. പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും ഓരോരുത്തർ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ലെവലും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവിയാണ്, എൻ്റെ ഫസ്റ്റ് ചുവടുവെപ്പ് തന്നെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ, ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെയൊക്കെ കൂടെ തന്നെ ഞാൻ മൂവി കാണാനുള്ളൊരു ആഗ്രഹം ഇപ്പൊ വെച്ചിരിക്കുന്നത് അവരുടെയൊക്കെ കൂടെ തന്നെ ആയിരിക്കും കാണുക. അപ്പോൾ എന്തായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ പ്രേക്ഷകരുടെ എന്നൊക്കെ ഉള്ളത് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ലാലേട്ടന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ടായി? അത് ഇപ്പം ഞാൻ എല്ലാവരും പറയുമ്പോൾ വിചാരിക്കും ലാലേട്ടൻ ഇത്രയും വലിയൊരു ആക്ടർ മലയാളം കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുമല്ലോ നമ്മൾ പേടിക്കണം. പക്ഷെ പുള്ളി ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ പുള്ളിയുടെ കൂടെ ഞാനെന്നല്ല ആര് വർക്ക് ചെയ്യുമ്പോഴും അവരെ ഫസ്റ്റ് കംഫർട്ടബിൾ ആക്കുക. തമാശയൊക്കെ പറഞ്ഞ് ഓക്കെ അല്ലേ നമുക്ക് അതിങ്ങനെ ചെയ്താലോ. അപ്പോൾ ഞാൻ ലാലേട്ടൻ എന്നോട് ചോദിക്കുന്നത് നമുക്കത് അങ്ങനെ ചെയ്താലോ, ഇത് ഓക്കെ അല്ലേ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ, നമ്മളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് പുള്ളിക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളി അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവുകയാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഉള്ള സീൻസ് എല്ലാം ലാലേട്ടനുമായിട്ടാണ്, എല്ലാ സീൻസും ലാലേട്ടനായിട്ടാണ്. അപ്പോൾ അവിടെ ലാലേട്ടന് എന്നെ കംഫർട്ടബിൾ ആക്കണം. പിന്നെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞു, ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞു ഇന്റർവ്യൂല്, ലിജു സാർ ഭയങ്കര ദേഷ്യക്കാരനാണ്, വഴക്ക് പറയും, പെട്ടെന്ന് ദേഷ്യം വരും. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പ്. ഞാൻ ചെല്ലുമ്പോൾ 0 അങ്ങനെ ആ ഒരു സ്റ്റേജിൽ. അപ്പോൾ ലേറ്റ് നൈറ്റാണ് ഷൂട്ട്. എൻ്റെ ഒരു 1-2 സീക്വൻസ് ഒക്കെ ലേറ്റ് നൈറ്റ് പോയി ഷൂട്ട് പോയതല്ല, ലൈറ്റ് നൈറ്റിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. സോ അപ്പോൾ ഈ തണുപ്പും തണുത്ത കാറ്റും പിന്നെ വസ്ത്രത്തിൻ്റെ കുറച്ച് ഈ പുരാണം നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു കോസ്റ്റ്യൂം കണ്ടല്ലോ. അപ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ട് ബാക്കി എല്ലാവരും ജാക്കറ്റ് 3-4 ജാക്കറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെയും ലാലേട്ടൻ്റെ അവസ്ഥ ഒന്നും, ലാലേട്ടൻ്റെയും ഡ്രസ്സിൻ്റെ പരിമിതി ഉണ്ട്, എനിക്കുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ ആ നിന്ന് ചെയ്യുന്ന സീൻസിലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഡയലോഗ് പറയുമ്പോൾ തന്നെ ഫുൾ ഇവിടെയൊക്കെ വിറയ്ക്കുകയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ലിജു സാർ വഴക്കുറിയോ ഉള്ള പേടിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ തികച്ചും ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ എന്നെ മാത്രമാണ് വഴക്ക് പറയാത്തത്. കാര്യം എൻ്റെ ഒരു പേടിയും ടെൻഷനും കണ്ടിട്ടായിരിക്കണം സാർ ഒന്നും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ പുള്ളിയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താണോ വേണ്ടത്, ആ ഒരാളിൽ നിന്നും എന്താണോ പുള്ളി ആഗ്രഹിക്കുന്നത്, ആ സീനിന് എന്താണോ വേണ്ടത് പുള്ളി അത് എടുക്കും കേട്ടോ. നമ്മൾ പോലും അറിയില്ല. അതൊരു പ്രത്യേകതരം കഴിവാട്ടോ. പല ടൈപ്പ് ചെയ്യിപ്പിക്കും. ഒരു സെൻറ്റൻസ് അപ്പം നമ്മൾ വിചാരിക്കും ഈ സെൻറ്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം, അത് ആ ഒരു സീനിന് ആപ്റ്റ് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ആയിരിക്കില്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പല മോഡുലേഷനിലും പല ഡയലോഗിലും ഓരോ വാക്കുകളിൽ പോലും പല ടൈപ്പ് ഓഫ് മോഡുലേഷൻ കൊടുത്തിട്ട് അത് അങ്ങനെ ചെയ്യൂ, അതിങ്ങനെ ചെയ്യൂ. ലാസ്റ്റ് ഒരു 10-20 പ്രാവശ്യം ഒരു ഡയലോഗിനെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഓക്കെ റെഡി
അപ്പൊ ഞാനെന്ത് ഇതിലേതാ ഞാനിപ്പോ ചെയ്യേണ്ടത്, ഇത്രയും ടൈപ്പ് ഓഫ് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ ഞാൻ ടിനു ചേട്ടൻ അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു, ടിനു പാപ്പച്ചൻ. ടിനു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാനിപ്പോ ഇതിലേതാ ചെയ്യണ്ടേ? അപ്പൊ ടിനു ചേട്ടൻ പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പൊ മൊത്തത്തില് പുള്ളി ഉദ്ദേശിച്ചത് അവിടെ കിട്ടിയപ്പോഴാണ് പുള്ളി പോയത്. അപ്പോൾ ഞാൻ ഇതിലേതാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ വരാം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ പോയി ചോദിച്ചപ്പോൾ സാറ് തന്നെ വന്നിട്ട് പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ചെയ്തില്ലേ ആ ഒരു ഇതിൽ ആ ഒരു മോഡുലേഷൻ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പുള്ളി ഒരാൾക്കും 100% കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കും 100 കൊടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ പുള്ളി അതിന്റെ ഒരു 99.9% പുള്ളി എടുക്കും കേട്ടോ. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ മൂവിക്ക് വേണ്ടിയിട്ട്? എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യാൻ പോണേന്നൊന്നും. എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, ചെയ്താൽ വേർത്താണോ സുചിത്രയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ആരുടെ മൂവി? എന്നെ വിളിക്കുന്നത് നമ്മുടെ കൺട്രോളർ ശ്യാം ചേട്ടനായിരുന്നു. സുചിത്ര ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, സാറിനോട് സംസാരിക്കാം, പക്ഷെ എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഡേറ്റിൻ്റെ കാര്യവും എങ്ങനെയാണ് വർക്ക് എന്താ ഇപ്പം ചെയ്യണേ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറഞ്ഞു എന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ വെയിറ്റിംഗ് ആണ്, നല്ലൊരു മൂവി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്, ഉള്ളത് കുറച്ചാണെങ്കിലും അത് വേർത്തായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ടീമാണ്, ബാക്കിയൊന്നും എനിക്ക് പറയാനുള്ള പെർമിഷൻ ഇല്ല. ലിജോ സാറിൻ്റെ മൂവിയാണ്, ലാലേട്ടനായിരിക്കും. പിന്നെ ഞാൻ ചിന്തിക്കണ്ടല്ലോ, ലിജോ സാറിൻ്റെ മൂവി ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ 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 ഡൺ ഡൺ അങ്ങനെയായിരുന്നു തുടങ്ങുന്നത്. പിന്നെ സെറ്റില് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണി മൊമെന്റ്സ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാനായിട്ട് എന്തെങ്കിലും? ഫണ്ണി മൊമെന്റ്സ് ലൊക്കേഷനിൽ എന്താ പറയുക, തണുപ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതല്ലാതെ ലൊക്കേഷനിൽ ഫണ്ണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. മൊത്തത്തിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഫണ്ണായിട്ടൊന്നും അവിടെ പറയാനും സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പിന്നീട് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ എല്ലാവർക്കും കടന്തലിന്റെ പ്രശ്നം ഉണ്ടായി. അതായത് ഒരു 2000 പേരോളം ഷൂട്ട് ചെയ്യുന്നൊരു ഇത് വന്നപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കം 2000 പേര് ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ മരുഭൂമിയിൽ വെച്ചിട്ട് അവിടെ ഒരു വലിയ മരത്തിൽ കടന്തൽ കൂട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഫോട്ടോസ് എടുക്കാനോ ഇതൊന്നും പുറത്തു വിടാനോ ആർക്കും പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ വന്ന ആൾക്കാരിൽ 1-2 പേര് ആരാണ്ടോ ഒരാള് ഈ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മൊബൈലില്. അപ്പോൾ അവര് ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് അത് കേൾക്കാണ്ട് വീണ്ടും ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവർ ആരാണ്ടോ വഴക്ക് പറഞ്ഞു ചെയ്യരുതെന്ന് കണ്ടോ പറഞ്ഞു. ഇതിന് വാശി തീർത്തത് അവിടെ നിന്ന് കടന്തൽ കൂടിന് കല്ലെറിഞ്ഞു. ഇവരെടുത്ത് എന്നാ പിടിച്ചു കല്ലെറിഞ്ഞു. ഓൾമോസ്റ്റ് കുറെ പേര് ഹോസ്പിറ്റലായി. എല്ലാവർക്കും കൊടി കിട്ടി, എല്ലാവർക്കും കൊത്തിയത്. പ്രൊഡ്യൂസറിന്റെ മോന് നമ്മുടെ അച്ചുവിന് ഫേസിലൊക്കെ നീരായി. ടിനു ചേട്ടന് കിട്ടി. ലിജോ സാറൊക്കെ ഓടിയിരുന്നു. അപ്പൊ ടിനു ചേട്ടൻ ഇടയ്ക്കൊരു ഇന്റർവ്യൂല് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ടിനു ചേട്ടൻ ഇങ്ങനെ നിൽക്കേ ലിജോ സാർ ഓടുകയാണ്. എന്തിനാ ചേട്ടാ ഓടുന്നേന്ന് ചോദിച്ചപ്പോ ഒന്നും വേണ്ടിയില്ല, ഓടുകയാണത്. അപ്പൊ ഇതെന്താ ഇവരെല്ലാരും അവിടെ നിന്ന് നോക്കിയപ്പോ ലിജോ സാറിന്റെ പുറകെ ഒരു വലിയ ഗ്രൂപ്പ് ഓടുകയാണ്. ഇപ്പൊ ഇവർ ഓടുന്ന എന്തിനാന്ന് ടിനു ചേട്ടന് മനസ്സിലായില്ല. ടിനു ചേട്ടൻ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന് നിന്നപ്പോൾ ഇവരെല്ലാം ഓടുന്നുണ്ടോണ്ട് ഓടിയിരുന്നു, പക്ഷെ എത്തിയില്ല. അതിനോടൊക്കെ തന്നെ അതിൻ്റെ കിട്ടി. അവന് ഓൾമോസ്റ്റ് എല്ലാവർക്കും കടി കിട്ടി, ഹോസ്പിറ്റലൈസ് അതിനൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്ന് 2 days കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞു. ഭയങ്കര ചൂട് തുടങ്ങി. അപ്പോൾ നമുക്ക് ചൂട് കൂടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും പ്രശ്നം ചൂടാണ്. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് അതായിരിക്കും. തണുപ്പാകുമ്പോൾ നമുക്ക് എങ്ങനെയും പിന്നെയും എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ജാക്കറ്റ്, ഒരു ഷോർട്ട് കഴിഞ്ഞിട്ട് ജാക്കറ്റ് ഇടാം അല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പോയി കാരവനിൽ കയറിയിട്ട് ഹീറ്ററിനകത്ത് ഇരിക്കാം, എന്തെങ്കിലും ചെയ്യാം. ചൂട് കൂടി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. എന്തായാലും മൂവിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ബാക്കി നമുക്ക് പേഴ്സണൽ വിശേഷങ്ങളിലേക്ക്. ഇപ്പൊ പണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന പണ്ടേ സുന്ദരിയാണ്, ഇപ്പൊ അതിന്റെ ഇരട്ടി സുന്ദരിയായിട്ടുണ്ട്. കുറച്ച് അല്ലടോ, എന്താ അറിയോ, ഇടയ്ക്ക് എനിക്ക് കുറച്ചൊരു ന്യൂറോ പ്രോബ്ലം വന്നു. അപ്പോൾ ഞാൻ അതിലെനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവും. അതിൽ കാണുന്നൊരു ഇതിന്ന് സിനിമയില് എൻ്റെ പാട്ടിലൊക്കെ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിറോയിഡ് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വന്നു. സോ ഒറ്റയടിക്ക് ഒരു 15 to 17 kg വെയിറ്റ് ഗെയിൻ ചെയ്തു. ഇപ്പൊ കുറയുന്നുണ്ട്, ഇപ്പൊ കുറച്ച് കുറയുന്നുണ്ട്. ആ സ്റ്റിറോയിഡ്സ് ഒക്കെ നിർത്തി വീണ്ടും ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ
കുറച്ച് വെയിറ്റ് ഗെയിൻ വന്നു. അപ്പൊ ഇങ്ങനെ ഇരുന്നു ഞാൻ. എനിക്ക് ഇപ്പൊ അങ്ങനെ അല്ല, അത് മാറി വരുന്നേ ഉള്ളൂ. Okay. ഇടയ്ക്ക് നിങ്ങൾ ഞാൻ ദൈവമേ കുറച്ച് ഒരു 1 month ബിഫോർ ഒക്കെ എന്നെ കണ്ട ഒങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാ ഭക്ഷണം കഴിച്ചിട്ടാണോ അല്ല ഉള്ളു മരുന്നെല്ലാം അവിടെ കഴിച്ചിട്ട് നല്ല പെയിൻ, നെർവിന്റെ ഒരു കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് അങ്ങനെ. അപ്പോൾ പേഴ്സണൽ ലൈഫ് ഇപ്പൊ ഇങ്ങനെ പോന്നു. ഡാൻസ് ഒക്കെ എവിടെ വരെയായി? ഇല്ലയാണോ, എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ് ഡാൻസിന്. മൂവിയുടെ ഷൂട്ടൊക്കെ അല്ല, മൂവിയുടെ ഷൂട്ട് എനിക്ക് 10 to 15 days ഉണ്ടായിരുന്നുള്ളൂ. മൂവി കാരണമല്ല, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ബിഗ് ബോസിലേക്ക് വരാം. ബിഗ് ബോസിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ പോലെ ചേച്ചി എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാനില്ല, കാര്യം എല്ലാവർക്കും എല്ലാം അറിയാം. ഇനി ഞാനായിട്ട് എന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞു, അടുത്ത സീസണും കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് പറയാനാ? അടുത്ത സീസൺ വരാൻ അടുത്ത സീസൺ വരാൻ പോകുന്നവർക്ക് എന്താ പറയാ, സൂക്ഷിച്ചും കൊണ്ടൊക്കെ നിൽക്കുക. നിങ്ങൾ നിങ്ങളായി നിൽക്കുക, ഫേക്ക് ആവാണ്ടിരിക്കുക, കഴിയുന്നത് ഫേക്ക് ആവാണ്ടിരിക്കുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. അല്ല, അതിനകത്ത് നമ്മൾ കണ്ട വ്യക്തി എന്ന് പറയുന്നത് ഒരു പാവം, അങ്ങനെ വലുതായിട്ട് ഒരു വഴക്കിനും പോകുന്നില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിന് ഇത് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ കണ്ണിൽ കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, അത്രേ ഉള്ളൂ. പക്ഷെ ഈ സോഷ്യൽ മീഡിയ എല്ലാവരും വിചാരിച്ചു ഞാനും എല്ലാവരും ഞാനും റോബിനുമായിട്ട് ഒരു പ്രശ്നമില്ല, എവിടെ വെച്ച് കണ്ടാലും അവനോട് മിണ്ടാറുണ്ട്, ആ ഒരു പ്രശ്നമില്ല. ബ്ലസ്ലി ഇപ്പൊ ന്യൂ ഇയറിന് ഞാനും അവനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഈ ശരിക്കും പുറത്ത് നിൽക്കുന്നവരാണ് ഇതിൽ ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ഞങ്ങൾ ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ആരുമായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുള്ള സമയം ഇപ്പം നമ്മൾ പേഴ്സണലി ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തർക്കം വന്നു എന്ന് കരുതി ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ ആ ഒരു റിവെഞ്ച് വെച്ചുകൊണ്ടിരിക്കണേൽ അർത്ഥമില്ല, അതങ്ങ് തീരും, അവിടെ തീരും. പക്ഷെ ബാക്കിയുള്ള ഈ കാണുന്ന പ്രേക്ഷകരാണ് ഇതിനെ ഒരു വലിയ സംഭവമാക്കി വളർത്തി. അതങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതവിടെ തീരുകയാണ് അതെല്ലാം. അല്ല, ചേച്ചി ഇങ്ങനെ തന്നെയാണല്ലേ ബേസിക്കലി, ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ഭയങ്കര അധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ മലൈക്കോട്ടെ വാലിബൻ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇത്രയുമേ പറയാൻ പറ്റുന്നുള്ളൂ, ബാക്കി പറയണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് 25-ാം തീയതി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട്. അതെ അതെ അതെ. ഒത്തിരി നേരമൊന്നും ഞാൻ അതിലില്ല. മൂവിയിൽ സ്റ്റാർട്ടിങ് ആയിരിക്കണം മേ ബി. പിന്നെ ആദ്യമായിട്ട് ഡബ് ചെയ്തു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡബ് ചെയ്തത്. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്. ഡബിങ് റൂമിനകത്തുനിന്ന് ചെന്നപ്പോൾ ആദ്യമൊക്കെ ഡബ് ചെയ്തപ്പം സാർ പറഞ്ഞു, സാർ എല്ലാം പറഞ്ഞു തരും കേട്ടോ, ഓരോ നമ്മളെങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, അതങ്ങനെ ഇതെന്ത് ചെയ്ത പോലെ അല്ലാത്ത രീതിയിലൊക്കെ പുള്ളി പറഞ്ഞു തന്ന് എല്ലാം ചെയ്യിപ്പിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ അഭിനയിക്കുമ്പോഴും 10-20 പ്രാവശ്യം ഓരോ മോഡുലേഷനിൽ ചെയ്യിപ്പിച്ചത് പോലെ തന്നെ ഡബിങ്ങിലും ചെയ്യിപ്പിക്കും. അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ചിലയിടത്ത് വരുമ്പോൾ നമ്മൾ സ്റ്റക്കാവില്ലേ, അഭിനയിക്കുമ്പോൾ പോലും നമ്മൾ ചില സമയത്ത് നമ്മൾ ഇതല്ല അവിടെ ചെയ്യണം, പക്ഷെ നമുക്കത് വരില്ല. ചിലയിടത്ത് നമ്മൾ സ്റ്റക്കാവും. അവിടെയും പറഞ്ഞു വന്നൊരു മോഡുലേഷനിൽ എനിക്ക് കിട്ടുന്നില്ല, അത് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പം എൻ്റെ ഒരു ഇതിലപ്പോൾ ഞാനിങ്ങനെ സാറ് ദേഷ്യപ്പെടാം, ആദ്യം സുചിത്ര അത് അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞ് തുടങ്ങിയ ആള് സുചിത്ര അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തീർന്നു. അയ്യോ മാതേവാ, അപ്പത്തേക്ക് പുള്ളിക്ക് ചിരി വന്നു. അപ്പൊ എൻ്റെ ഒരു വിചാരം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പുള്ളി മൈക്ക് ഓൺ ചെയ്തിട്ടാണ് സുചിത്ര അത് അങ്ങനെയല്ല, പിന്നെ അത് ഓഫ് ചെയ്തു. അപ്പൊ ഓഫ് ചെയ്തു. ഞാൻ പറയുന്നത് ഇനി പുള്ളി കേൾക്കത്തില്ല അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ മാതേവാ ഒന്നും വരത്തില്ലേ, വഴക്ക് പറയിക്കില്ലേ, ഇങ്ങനെ പറഞ്ഞത് പുള്ളി കേട്ടു. അത് കേട്ടിട്ട് ഓൺ ചെയ്ത് പേടിക്കണ്ട കേട്ടോ, ഞാൻ ഒന്നും പറയില്ല, ഒരു കാര്യം ചെയ്യും, വെയിറ്റ് ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് വാ, എന്നിട്ട് 2 മിനിറ്റ് കഴിയട്ടെ, അപ്പോൾ നോക്കിയാവും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അതങ്ങ് പോയി, പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ. അപ്പൊ അതൊക്കെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു മൂവി തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ അഭിനയിച്ച എല്ലാവർക്കും ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്, മനോജ് ഉണ്ട്, സജ്ന ഉണ്ട്, ഒരുപാട്. ഇപ്പോൾ കഥ ബംഗാളി കുട്ടിയാണ്, അതിൽ നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് സൊനാലി. പിന്നെ അതിനകത്ത് അത്യാവശ്യം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാം മലയാളത്തിലെ ന്യൂ കമേഴ്സാണ്, അല്ല ലാലേട്ടൻ ഒഴികെ. അതിൽ ബാക്കി കഥ മാത്രമാണെന്ന് തോന്നുന്നു ഡാൻസുമായിട്ട് അധികം ഇതില്ലാത്തത്. ബാക്കി എല്ലാവരും ഡാൻസേഴ്സാണ്, എല്ലാവരും ഡാൻസേഴ്സാണ്. മനോജ് അതിഗംഭീരമായ ഡാൻസറാണ്. എനിക്ക് തോന്നുന്നു മനോജിനെ എല്ലാവർക്കും അറിയാം. മനോജിൻ്റെ ഒരു വലിയ ബ്രേക്ക് ആയിരിക്കും ഈ മൂവി. സജ്ന കലാതിലകാണ്. അപ്പോൾ ഞാനും അത്യാവശ്യം കുഴപ്പമില്ല ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ആൾക്കാരായിരുന്നു അതിനകത്ത് ഫുൾ. പിന്നെ ഭാവി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഭാവി വിശേഷങ്ങൾ ഇപ്പോൾ കുറച്ച് പ്രോജക്ട്സ് വരുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് വിളിക്കുന്നുണ്ട്, പല വേറെ ഭാഷയിൽ നിന്ന് പോലും വിളിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. വെയിറ്റിംഗ് കുറച്ച് വിളിക്കുന്നുണ്ട് ഇപ്പോൾ 2-3. അപ്പോൾ അവരെ തന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പാട്ട് ഇറങ്ങിയതിന് ശേഷം തന്നെ കുറച്ച് പേരൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് പലരും. ഞാൻ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൊടുക്കും. നല്ല മീൻസ് നമ്മൾ എന്താ ഇപ്പോൾ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത ഒരു സംഭവം ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ ചെയ്തു. അപ്പോൾ നമ്മളിനി അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ വാട്ട് ഈസ് നെക്സ്റ്റ്, എന്തായിരിക്കും എൻ്റെ അടുത്തത് എന്നുള്ളതിൽ ഒരു വലിയ ആകാംക്ഷയുണ്ട്. അപ്പം 25-ാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് അതുമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും വിശേഷം അറിഞ്ഞു. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, സ്ഥിരം ചോദ്യം. എനിക്കറിയാം ചേച്ചിയുടെ ഉത്തരം എന്തായിരിക്കും, പക്ഷെ ഓഫീസിൽ അവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കല്യാണം, വിവാഹം അത് കഴിക്കില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഉടനെ ഒന്നുമില്ല. ആദ്യമൊക്കെ വേണ്ട എന്ന് വെച്ചു, പക്ഷെ ഇപ്പം കഠിനമായ വീട്ടിലെ അതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവർക്കൊരു ടെൻഷൻ ഉണ്ട്. കാര്യം ഇപ്പം മൂവിയിലും കൂടെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് മൂവീസ് ചെയ്യണം, കുറച്ച് മൂവീസ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്നെ അറിയുന്ന, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വിശേഷം നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് കേൾക്കുമായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെയുണ്ട് മൂവിയിൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ? സന്തോഷം തന്നെ. എല്ലാവരും എന്ന് വെച്ചാൽ അച്ഛനും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ വന്നപ്പോൾ. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും പോകുമ്പോഴും അച്ഛനും എൻ്റെ കൂടെ ഉണ്ട്, അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരോടും ലാലേട്ടനും ഉൾപ്പെടെ എല്ലാവരോടും സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം. ആദ്യമൊക്കെ ഭയങ്കര തുടക്കകാലത്തൊക്കെ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് ടെൻഷനും എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇവരൊക്കെ തിരിച്ച് അവരോട് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഇത്രയും നല്ല മനുഷ്യരുണ്ടല്ലോ. ആ സിനിമയിലാണെങ്കിൽ പോലും എല്ലാ മേഖലകളിലും പല ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് അപ്പുറത്ത് പോയി മാറി പറയുന്നതും അങ്ങനെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരും എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിന് അവരോടൊന്നും ഞാൻ തിരിച്ച് സംസാരിക്കാനോ പെരുമാറാനോ പോയിട്ടില്ല. അവരോട് എതിർത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ളവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരോട് അയ്യോ ചേച്ചി അങ്ങനെ ചെയ്ത, അല്ലെ ചേട്ടാ അങ്ങനെ ചെയ്ത ശരിയായില്ല, അത് വേണ്ടായിരുന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഈവൻ എനിക്കും കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഒരു ചിലപ്പോൾ എല്ലാവരും അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അമിതം എന്ന് വെച്ചാൽ ഒരാൾ ചിരിച്ചാൽ അയ്യോ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എക്സ്പീരിയൻസ് കൊണ്ട് വെച്ചാൽ ഇനി മണ്ടത്തരം ഭഗവാൻ എന്നെ കൊണ്ട് കാണിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സർക്കിള് തന്നെ മാറ്റി. എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല, മുമ്പും ഉണ്ടായിരുന്നില്ല. വരുന്നതൊക്കെ ഞാനൊരു ഇത് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ലൈഫിൽ കുറച്ച് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബ്രേക്കപ്പിന് ശേഷം ലൈഫിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി. ലൈഫിലൊരു ബ്രേക്കപ്പിന് ശേഷം ഉള്ളൊരു മൂവിങ്ങിലേക്കാണ് ഞാൻ. അപ്പോൾ ഇനി എനിക്ക് അങ്ങോട്ട് സക്സസ് പ്രോജക്ട്സ്, എനിക്കിപ്പോൾ ആരോടും ഒന്നും ഞാനിപ്പോൾ പെർമിഷൻ ചോദിക്കേണ്ട. നമ്മളൊരു ലൈഫിലൊരാൾ, നമ്മളൊരു സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്ത് അവരുടെ പെർമിഷൻ, അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും തിരിയുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും അവരുടെ പെർമിഷൻ വേണം. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് തിരിയണമെങ്കിലും ഇങ്ങോട്ട് തിരിയണമെങ്കിലും എല്ലാത്തിനും നമുക്കൊരാളുടെ പെർമിഷൻ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും പേരിൽ ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, ദൈവമേ ഞാനൊരു കൂട്ടിലായിരുന്നല്ലോ. അതിനകത്ത് നിൽക്കുമ്പോൾ പലരും റിയലൈസ് ചെയ്യാത്തൊരു കാര്യം. അതെ, എനിക്കൊന്നൊരു സാരി ഉടുക്കണമെങ്കിൽ പോലും ഇഷ്ടമല്ല, ഉടുക്കരുത്, അത് വേണ്ട, അത് ഉടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നോട്ടബിൾ പേഴ്സൺ ആവും, ഭയങ്കര അങ്ങനെയൊക്കെ വരെ അതിന്. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ട്
നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യും. കാര്യം അവരെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരാണല്ലോ നമ്മുടെ ലൈഫിൽ ഇത്രയും ഇത് വേണ്ടപ്പെട്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇഷ്ടങ്ങൾ പോലും മാറ്റി ഞാൻ സഞ്ചരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു, ഞാൻ ചെയ്ത ഏറ്റവും വലിയ നമ്മുടെ ഇഷ്ടങ്ങൾ, ലൈഫ് വളരെ കുഞ്ഞാണ്, ഒരു വളരെ കുഞ്ഞാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഇഷ്ടങ്ങൾ നമുക്ക് മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇത് ചെയ്യാണ്. സോ അതിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഈശ്വര, ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചു. എൻ്റെ പോയ ബാക്കിലേക്കുള്ള വഴികളിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. പല ഇൻ്റർവ്യൂസിലും ഞാൻ പറയുമ്പോൾ പിന്നെ വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്, നീ എന്തിനാ അത് അവിടെ പറഞ്ഞേ, നീ എന്തിനാ അത് അങ്ങനെ പറഞ്ഞേ. അങ്ങനൊരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒക്കെ എനിക്കിപ്പോൾ എന്നെ കൂട് തുറന്നു വിട്ടു. പക്ഷെ എന്തിനും ഏതിനും എനിക്ക് എൻ്റെ ഫാമിലി കൂടെ ഉണ്ട്, അച്ഛനും അമ്മയും. അത് മതി നമുക്ക്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അറിയുന്ന എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഇപ്പൊ കുറച്ച് 1-2 സുഹൃത്തുക്കൾ, ഇതൊക്കെ തന്നെ ധാരാളം. സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുട്ടി അഖിലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, അത് കുട്ടിയും സൂരജും ശാലിനി, പിന്നെന്താ പറയാ, നമ്മുടെ ബിഗ് ബോസില് ശാലിനി, കുട്ടി, സൂരജ്, പിന്നെ ആരാ, റിയാസ്, പിന്നെ ആരാ, ദിൽഷ ഇടയ്ക്ക് മെസ്സേജ് ഇടും. ബാക്കി എല്ലാവരും, ഇപ്പം റോബിൻ വല്ലപ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒന്ന് ജസ്റ്റ് കണ്ടാൽ മാത്രം, അങ്ങനെയുള്ളൊരു കോണ്ടാക്ട്സേ ഉള്ളൂ റോബിൻ. റോബിൻ്റെതായ കാര്യങ്ങളിൽ ബിസിയാണ്. ബാക്കി എല്ലാവരും, ഹോൾ ക്രൂസും നമ്മളുമായിട്ട് നല്ല ഇതുണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്. എന്ത് വന്നാലും നമ്മുടെ ചേട്ടൻ നവീൻ ചേട്ടൻ ഓരോ ദിവസവും ഓരോ ഇന്റർവ്യൂ വരുമ്പോൾ നീ പൊളിച്ച് അയ്യോ, അത്രയും നല്ല മനുഷ്യരാണ്. റോൺസൺ, നവീൻ ചേട്ടൻ, ജാനകി, ഡെയ്സി, എല്ലാവരും ഭയങ്കര. ധന്യനെ മിസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ധന്യ ഓക്കെ, എപ്പോഴും ടച്ചുള്ള ഒരാൾ തന്നെയാണ്. എല്ലാവരും, ധന്യ, ജോൺ ചേട്ടൻ, എവ്രിവൺ. അപ്പോൾ ആ ബിഗ് ബോസിൽ നിന്നും എനിക്ക് കുറേ സുഹൃത്തുക്കൾ, അതൊരു വാല്യുബിൾ സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് മൂവിയെ കുറിച്ച് എന്താണ് പറയാൻ? എല്ലാവരും 25-ാം തീയതി ഡെഫിനറ്റ്ലി കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. അത് എല്ലാവരുടെയും റിക്വസ്റ്റ് ആണ്. ഈവൻ നിങ്ങൾ എല്ലാ ഇൻ്റർവ്യൂസിലും കണ്ടപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒറ്റ കാര്യങ്ങൾ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ലാലേട്ടനായാലും നമ്മുടെ പ്രൊഡ്യൂസർ ആയാലും ലിജോ സാറായാലും എല്ലാവരും പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇത് കാണണം, എങ്കിലേ നിങ്ങൾക്ക് ആ മൂവീൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരെയും വിലയിരുത്തുക. എങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഇത് സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി തന്നെയാണ് ഹോൾ ക്രൂ കാത്തിരിക്കുന്നത്. അത്രയും കഷ്ടപ്പെട്ട് അനുഭവിച്ച് ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് വന്ന ഒരു മൂവിയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരുപാട് സന്തോഷം ചേച്ചി. ഇപ്പൊ ബേസിക്കലി ഇങ്ങനെ നമ്മുടെ മിനി സ്ക്രീനിൽ നമ്മുടെ വീട്ടിലെ ഒരാള് ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഹാപ്പിനെസ്. ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അത് ഡൈജസ്റ്റബിൾ അല്ല. സീരിയലിൽ നിന്ന് എടുത്തോ എന്നുള്ളൊരു, എനിക്ക് പേഴ്സണൽ കുറേ മെസ്സേജസ് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും വരുന്നുണ്ട്. സീരിയലിൽ നിന്ന് പോയോ, അയ്യേ സീരിയലിൽ നിന്ന് എടുത്തോ ലിജോ സർ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പം സീരിയൽ ആയിക്കോട്ടെ, എല്ലാവരും കലാകാരാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുക. സീരിയലിൽ നിന്നും സീരിയൽ വരുന്ന ആൾക്കാരായാലും വരുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കൂ പ്ലീസ്. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ, സിനിമയിലേക്കും എല്ലാ മേഖലകളിലും എല്ലാവർക്കും സജീവമായി നിൽക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ലിജോ സാറിനെ പോലത്തെ മനസ്സ് എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവട്ടെ. അത്രയും മാത്രമാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലിജോ സാറിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സീരിയൽ, സിനിമ ആര് നന്നായിട്ട് എവിടെ പെർഫോം ചെയ്യോ അവര് നമ്മുടെ ഇതിൽ വേണം, അങ്ങനെ എല്ലാവരും ചിന്തിക്കട്ടെ എന്ന് വിചാരിക്കണം. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ. സത്യമാണ് ചേച്ചി ഞാൻ പറഞ്ഞ പോയിന്റ്. ഭയങ്കര ഒരു, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിൽ തന്നെ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്, സീരിയലാണെങ്കിൽ വേണ്ട. സത്യമാണ്, ഞാൻ ഒരുപാട് കേട്ടതാണ് ഇടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും ആദ്യം വിളിച്ചിട്ട് പിന്നീട് അവർ വിളിച്ച് പറയുന്നത്, ഞാൻ മാനമ്പാടി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ നിന്ന ഗ്യാപ്പിൽ എനിക്ക് കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സിനിമയിൽ നിന്ന് വിളിച്ച ആൾക്കാർ ഇപ്പം എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, സീരിയൽ കഴിഞ്ഞു, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നു.
അത് കഴിഞ്ഞത് വെരി നെക്സ്റ്റ് കോൾ പറയുന്നത് അല്ല സീരിയൽ ഒത്തിരി ഇതായിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇപ്പം തൽക്കാലം അങ്ങനെ വേണ്ട, ഒന്ന് ഇതാവട്ടെ, ഒരു 2-3 ഇയേഴ്സ് അല്ല 2 വർഷമൊക്കെ ഒന്ന് എല്ലാവരും മറക്കട്ടെ ഈ മുഖം മറന്നിട്ട് സിനിമയിലേക്ക് വരാം. മേ ബി എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആ ആളെ മൂവിയിലേക്ക് എടുത്താൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇതിൻ്റെ ഒരു ഇതറിയില്ല. എനിക്ക് മെയിൻലി എനിക്ക് ഈ സിനിമയും സീരിയലും തമ്മിലുള്ളൊരു എനിക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നല്ലോ എല്ലാവർക്കും എല്ലായിടത്തും വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ശരിക്കും ഇവരൊക്കെ ചിന്തിച്ചാൽ മാത്രമേ കിട്ടൂ. എല്ലാം ന്യൂ കമേഴ്സ് വരണം, സീരിയലിലുള്ളവർ സിനിമയിൽ വരണം, സിനിമയിലുള്ളവർ സീരിയൽ വരണം, ഇതെല്ലാം ഒരു മേഖലയായിട്ട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിപ്പം കുറേ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് തന്നെ ഞാൻ വിചാരിച്ചു സീരിയലുള്ളത് അതേസമയം സീരിയലും ചെയ്യുന്നു സിനിമയും ചെയ്യുന്നു, ഇങ്ങനെ ചെയ്ത 1-2 പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, 1-2 പേരുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയല്ലോ, ഒരേപോലെ എല്ലായിടത്തും വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലോ, അങ്ങനെ വരണം. എനിക്കൊരു ആഗ്രഹമാണത്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ചേച്ചി ഒത്തിരി സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ, പുതിയ സിനിമയ്ക്കായിട്ടും. ഇനിയും നമുക്ക് ഈ മലക്കോട്ടെ വാലിബൻ റിലീസിന് ശേഷം അതിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ. ഉറപ്പായിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.